ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദി യൂണിറ്റ് 2 ലെസൺ 1 ഗാന്ധിജി കി നമക് കഥ. അതൊരു കഹാനിയാണ്. കഹാനി എന്ന് വെച്ചാൽ കഥയാണ്. എഴുതിയതാരാണ്? ഉദയൻ വാജ്പേയി. ഏക് രാജാക്ക് തീൻ ബേട്ടിയാം ദി. ഏക് രാജാക്ക് ഒരു രാജാവിന് തീൻ ബേട്ടിയാം ദി. തീൻ മീൻസ് 3, ബേട്ടിയ മീൻസ് പെൺമക്കൾ. ഒരു രാജാവിന് 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. തും ചാഹോ തോ ഉസ് രാജാ കി 4 ബേട്ടിയാം ബി ഹോ സക്തി ഹെ ഇസ് കഹാനി മേ. തും ചാഹോ തോ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഉസ് രാജാക്ക് ആ രാജാവിന് 4 ബേട്ടിയാം 4 പെൺമക്കൾ ബി ഹോ സക്തി ഹെ ആവാം ഇസ് കഹാനിമേ ഈ കഥയിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ രാജാവിന് ഈ കഥയിൽ 4 പെൺമക്കൾ എന്നും പറയാം. രാജാനെ ഉൻസെ പൂച്ചാ കി വേ ഉന്നെ കിത്നാ പ്യാർ കർത്തി ഹെ. രാജാവ് ഉൻസെ പൂച്ചാക്കി ഈ 3 പെൺമക്കളോടും ചോദിച്ചു. ഉന്നെ അവർ അദ്ദേഹത്തെ കിത്നാ പ്യാർ കർത്തി ഹെ എത്രത്തോളം സ്നേഹിക്കുന്നു. അപ്പോൾ രാജാവ് പെൺമക്കളോട് ചോദിച്ചു, നിങ്ങൾ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. പെഹലീനെ കഹ ആദ്യത്തെ, പെഹലി മീൻസ് ഫസ്റ്റ് ആദ്യത്തെ മോള് പറഞ്ഞു എന്താണ്? മേ തുമേ ഇത്നാ സാരാ പ്യാർ കർത്തി ഹൂ ജിത്നാ ബഡാ സൂരജ് ഹെ. മേ തുമേ ഞാൻ താങ്കളെ ഇത്രമാത്രം സ്നേഹിക്കുന്നു. ഉത്തനാ സാരാ പ്യാർ കർത്തി ഹൂ എന്ന് വെച്ചാൽ ഇത്രമാത്രം സ്നേഹിക്കുന്നു. എത്രയാണ്? ജിത്നാ ബഡാ സൂരജ് ഹെ, സൂര്യൻ എത്രത്തോളം വലുതാണോ അത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് ആദ്യത്തെ മകൾ പറഞ്ഞു. രാജാനെ ഖുഷി സെ സിർ ഹിലാ ദിയ. രാജാവ് സന്തോഷം കൊണ്ട് തലയാട്ടി. ഖുഷി സെ മീൻസ് സന്തോഷം കൊണ്ട്, സിർ മീൻസ് തല അല്ലേ, ഹെഡ്. ഹിലാദിയ മീൻസ് തലയാട്ടുന്നതിനെയാണ് ഹിലാദിയ. ദൂസരീനെ കഹ രണ്ടാമത്തെ മകൾ പറഞ്ഞു. മേ തുമേ ഉത്നാ ചാഹത്തി ഹൂ ഞാൻ താങ്കളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നു. എത്രമാത്രം? ജിത്നെ ചാന്ദ് സിത്താരെ ആസ്മാൻ മേ ഹേ. ആസ്മാൻ എന്ന് വെച്ചാൽ എന്താണ്? ആകാശം. ചാന്ദ് സിത്താരെ എന്ന് വെച്ചാൽ ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ആകാശത്ത് എത്രത്തോളം ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ ഉണ്ടോ അത്രത്തോളം ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് രണ്ടാമത്തെ മകൾ പറഞ്ഞു. രാജാനെ ഖുഷി സെ സിർ ഹിലായ. രാജാനെ എന്ന് വെച്ചാൽ രാജാവ്, ഖുഷി സെ സന്തോഷം കൊണ്ട്, സിർ ഹിലായ തലയാട്ടി. ഔർ തീസരി ബേട്ടിക്ക് തരഫ് ദേക്ക. എന്നിട്ട് തീസരി ബേട്ടി തേർഡ് ഡോട്ടർ മൂന്നാമത്തെ മകൾ അല്ലേ. തീസരി മീൻസ് മൂന്നാമത്തത്, തേർഡ് എന്നൊക്കെയാണ്. ബേട്ടി മീൻസ് മകൾ. മൂന്നാമത്തെ കുട്ടിയുടെ നേരെ, തരഫ് എന്ന് വെച്ചാൽ ആ നേരെ, ദേഖ നോക്കി, മൂന്നാമത്തെ മകളെ നോക്കി. തീസരി ചുപ് ഖടീതി. ഈ മൂന്നാമത്തെ മകൾ എന്താ ചെയ്ത്? ചുപ് ഖടീതി. ചുപ് മീൻസ് മിണ്ടാതെ അവിടെ നിൽക്കുകയായിരുന്നു. ഖടീതി എന്ന് വെച്ചാൽ നിൽക്കുകയായിരുന്നു. വഹ് ബോലി അവൾ എന്താ പറഞ്ഞത്? മേ തുമേ ഞാൻ താങ്കളെ ഖാനേമേ നമക് ജിത്നാ പ്യാർ കർത്തി ഹൂ. ഖാന മീൻസ് ഫുഡ്, ആഹാരത്തിൽ. നമക് എന്താണ്? ഉപ്പ് എത്രത്തോളമുണ്ടോ അത്രത്തോളം ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. കഹാനി ലംബി ചൽത്തി ഹെ. കഥ അങ്ങനെ നീണ്ടു പോവുകയാണ്. പഹലെ രാജാക്കോ യഹ് ജവാബ് പസന്ത് നഹി ആത്ത. ആദ്യം രാജാവിന് യഹ് ജവാബ് ഈ ഉത്തരം, ഈ കുട്ടി പറഞ്ഞ ഈ ആൻസർ പസന്ത് നഹി ആത്ത ഇഷ്ടപ്പെട്ടില്ല. പർ കഹാനിക്ക് അന്ത്മേം, പർ എന്ന് വെച്ചാൽ പക്ഷേ, കഹാനിക്ക് അന്ത്മേം ഈ കഥയുടെ അവസാനത്തിൽ, വഹ് രാജാവിന് ഖാനേമേം തഥാ ജീവൻമേം, ഖാനേമേം എന്ന് വെച്ചാൽ ആഹാരത്തിലും, തഥാ അതുപോലെ തന്നെ, ജീവൻമേം ജീവിതത്തിലും, നമക് കെ മഹത്വ, നമക് എന്ന് വെച്ചാൽ എന്താണ്? ഉപ്പിൻ്റെ മഹത്വ പ്രാധാന്യം, കോ സമജ് ജാത്ത ഹെ ഉപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നു. തബ് അപ്നി ചോട്ടി ബേട്ടിക്ക്
प्यार की गहराई को समझता है तब അപ്പോൾ അപ്നി ചോട്ടി ബേട്ടിക്ക് തൻ്റെ ചെറിയ മകളുടെ ഇളയ മകളുടെ പ്യാർ കി ഗഹരായി സ്നേഹത്തിൻ്റെ ആഴം ഗഹരായിക്കോ സമജ്താ ഹെ രാജാവിന് മനസ്സിലാകുന്നു. തും ധ്യാൻ സെ പഠോ തോ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ, ധ്യാൻ എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചു വായിച്ചാൽ പാവോഗേ കി പാവോഗി എന്ന് വെച്ചാൽ മനസ്സിലാകും. എന്താണ്? യഹ് കഹാനി ഈ കഥ നാ തോ രാജാ കി ഹെ ഇത് രാജാവിൻ്റെ കഥയല്ല, നാ ഉസ്കി പസന്ത് കി അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചുള്ള കഥയും അല്ല. യഹ് കഹാനി ഈ കഥ നാ ഉസ്കി ബേട്ടിയോ കെ ബാരേ മേം ഹെ അദ്ദേഹത്തിൻ്റെ പെൺമക്കളെക്കുറിച്ചുള്ള കഥയല്ല, നാ ഉൻകെ കഹനെ കെ ബാരേ മേം അവർ പറഞ്ഞ ഓരോ കാര്യം രാജാവിൻ്റെ പെൺമക്കൾ പറഞ്ഞ കാരണങ്ങളെക്കുറിച്ചുള്ള കഥയുമല്ല. യഹ് നമക് കി കഹാനി ഹെ ഇത് ഉപ്പിൻ്റെ കഥയാണ്. നമക്ക് എന്ന് വെച്ചാൽ എന്താണ്? സാൾട്ട്, ഉപ്പ്. മഹാത്മാഗാന്ധിയും ഏക് നമക് കി കഹാനി ലിഖി ദി ഒരു നമക് കി കഹാനി ഉപ്പിൻ്റെ കഥ ലിഖി ദി എഴുതിയിട്ടുണ്ട്. വഹ് കഹാനി ഉന്നോനെ ബോൽക്കർ നഹി ലിഖി ദി വഹ് കഹാനി ആ കഥ അദ്ദേഹം ബോൽക്കർ നഹി ലിഖി ദി പറഞ്ഞുകൊണ്ട് എഴുതിയതല്ല. വഹ് കഹാനി ഉന്നോനെ ചൽക്കർ ലിഖി ദി വഹ് കഹാനി ആ കഥ ഉന്നോനെ അദ്ദേഹം ചൽക്കർ നടന്നുകൊണ്ട് എഴുതിയതാണ്. വഹ് കഹാനി ഉന്നോനെ സൈക്കഡോ മീൽ ചൽക്കർ ലിഖി ദി വഹ് കഹാനി ആ കഥ ഉന്നോനെ അദ്ദേഹം സൈക്കഡോ മീൽ നൂറുകണക്കിന് മൈലുകൾ ചൽക്കർ ലിഖി ദി സഞ്ചരിച്ച് എഴുതിയ കഥയാണ്. വഹ് ഉൻകെ സാത്ത് ചൽ രഹേ ദേശ് ഭർ കെ ലോഗോനെ ലിഖി ദി വഹ് ആ കഥ ഉൻകെ സാത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ചൽ രഹേ സഞ്ചരിച്ചിരുന്ന ദേശ് ഭർ കെ ലോഗോനെ നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ജനങ്ങൾ ലിഖി ദി എഴുതിയതാണ്. വേ സബ് ആ ജനങ്ങളെല്ലാം ഹമാരെ ദേശ് മേം നമ്മുടെ രാജ്യത്തെ അംഗ്രേസോം ദ്വാര കീ ജാ രഹി ബ്രിട്ടീഷുകാർ ചെയ്തു വന്നിരുന്ന അന്ധാന്ധുത് ലൂട്ട് സെ അന്ധാന്ധുത് എന്ന് വെച്ചാൽ എന്താണ്? വിവേചനരഹിതമായ ലൂട്ട് കൊള്ളയടിയെ കുറിച്ച് ചിന്തിതി ഇവരെല്ലാം ആശങ്കാകുലരായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ ദ്രോഹങ്ങളെക്കുറിച്ച് എല്ലാവർക്കും വളരെ ചിന്തയായിരുന്നു. എങ്ങനെയെങ്കിലും ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിക്കുക, അതായിരുന്നു അവരുടെയൊക്കെ ചിന്ത. ജോ ഹമാരെ ദേശ് കോ ആ ജനങ്ങൾ ഹമാരെ ദേശ് കോ നമ്മുടെ രാജ്യത്തെ അംഗ്രേസോം കെ ചങ്കുൽ സെ ബ്രിട്ടീഷുകാരുടെ ചങ്കുൽ മീൻസ് പിടിയിൽ നിന്നും ചുടാന ചാത്തതെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന ജനങ്ങളായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ജനങ്ങൾ. ജിനോനെ ഭാരത് ദേശ് കോ ഈ ജനങ്ങൾ നമ്മുടെ ഭാരത് ദേശ് അതായത് ഇന്ത്യയെ നയി തരസെ ചലാനേക പുതിയ വഴിയിലേക്ക് നയിക്കുന്നതിൻ്റെ സപ്ന ആഘോമേ ലിയാഥ അങ്ങനെ നമ്മുടെ ഇന്ത്യ പുതിയ വഴിയിലേക്ക് സഞ്ചരിക്കുന്നത് സ്വപ്നം കണ്ട് നടന്ന ആൾക്കാരായിരുന്നു ഈ ജനങ്ങൾ. उन दिनों अंग्रेज़ों ने भारत में नमक पर टैक्स लगा रखा था. उन दिनों അക്കാലത്ത് അംഗ്രേസോം ने ബ്രിട്ടീഷുകാർ ഭാരത് മേം ഇന്ത്യയിൽ നമക് പർ ഉപ്പിന്മേൽ ടാക്സ് ലഖാ രഖാത ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു. ഇസ്സെ അതുകൊണ്ട് നമക് ബഹുത് മെഹങ്ക ഹോ ഗയാ ഉപ്പ് ബഹുത് മെഹങ്ക എന്ന് വെച്ചാൽ വില കൂടുതലായിരുന്നു. അപ്പോൾ ഉപ്പ് വളരെ വില കൂടുതലായിരുന്നു അക്കാലങ്ങളിൽ. അംഗ്രേസോം ने भारत के लोगों को खुद नमक बनाने से रोक रखा था. അംഗ്രേസോം ने ബ്രിട്ടീഷുകാർ ഭാരത് കെ ലോഗോं को ഭാരതത്തിലെ ജനങ്ങളെ ഇന്ത്യക്കാരെ ഖുദ് നമക് ബനാനെ സെ ഖുദ് മീൻസ് സ്വയം ഉപ്പ് ഉണ്ടാക്കുന്നതിൽ നിന്നും രോഗ് രഖാത തടഞ്ഞിരുന്നു, വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു.
അഗർ കോയി അപ്നെ ഹി സമുദ്ര കെ പാനി സെ, ഒരു പക്ഷേ, അഗർ എന്ന് വെച്ചാൽ ഒരു പക്ഷേ, കോയി ആരെങ്കിലും, അപ്നെ ഹി സമുദ്ര കെ പാനി സെ നമ്മുടെ കടൽ വെള്ളത്തിൽ നിന്നും, നമക് ബനാത്ത ഉപ്പ് ഉണ്ടാക്കിയാൽ, ഉസേ സസ ഹോ സക്തി ഹേ, ഉസേ അവരെ എന്ത് ചെയ്യുമായിരുന്നു, ശിക്ഷിക്കുമായിരുന്നു. സസ മീൻസ് ശിക്ഷ, പണിഷ്മെൻറ്റ്, അവരെ ശിക്ഷിക്കുമായിരുന്നു ബ്രിട്ടീഷുകാർ. गांधी जी सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दंडी नाम के समुद्र किनारे के गांव चल पड़े. ഗാന്ധിജി സാലോം പെഹലെ വർഷങ്ങൾക്ക് മുമ്പ് അപ്നെ കുച്ച് സാത്തിയോം കെ സാത്ത് തൻ്റെ കുറച്ച് കൂട്ടുകാരുമൊത്ത് അഹമ്മദാബാദിൽ നിന്നും പൈദൽ ദണ്ഡി നാം, പൈദൽ മീൻസ് കാൽനടയായി, ദണ്ഡി നാം കെ സമുദ്ര കെ കിനാരെ കെ ഗാവ്, ദണ്ഡി എന്നു പേരുള്ള സമുദ്രതീരത്ത്, അതായത് കടൽ തീരത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് ചൽപ്പടെ പോയിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധിജി തൻ്റെ കൂട്ടുകാരെയുമൊത്ത് അഹമ്മദാബാദിൽ നിന്നും ദണ്ഡി എന്ന കടൽ തീര ഗ്രാമത്തിലേക്ക് കാൽനടയായി പുറപ്പെട്ടു. वे वहाँ जाकर समुद्र के पानी से खुद नमक बनाकर अंग्रेज़ों का काला कानून तोड़ना चाहते थे. वे അദ്ദേഹം വഹാ ജാക്കർ അവിടെ പോയി, സമുദ്ര കെ പാനി സെ സമുദ്രത്തിൽ നിന്നും ജലമെടുത്ത്, ഖുദ് നമക് ബനാക്കർ സ്വയം ഉപ്പുണ്ടാക്കി, അംഗ്രേസോം കാ ബ്രിട്ടീഷുകാരുടെ, കാല കാനൂൻ, കാല മീൻസ് ബ്ലാക്ക്, കാനൂൻ എന്ന് വെച്ചാൽ നിയമം, അപ്പോൾ കരി നിയമം, തോടിന ചാത്തേതേ അതിനെ എന്താണ് ലംഘിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം കൂട്ടുകാരുമൊത്ത് ദണ്ഡി ഗ്രാമത്തിൽ പോയി കടൽ വെള്ളമെടുത്തത് സ്വയം ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ കരി നിയമത്തെ ലംഘിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിനാണ് അദ്ദേഹം എവിടെ അഹമ്മദാബാദിൽ നിന്നും ദണ്ഡിയിലേക്ക് യാത്ര പുറപ്പെട്ടത്. ഗാന്ധിജി 3 ഹഫ്തോം സെ ബി അധിക് പൈദൽ ചലത്തെ രഹെ. ഗാന്ധിജി 3 ഹഫ്തോം, ഹഫ്ത എന്ന് വെച്ചാൽ ആഴ്ചകൾ, വീക്സ്, 3 എന്ന് വെച്ചാൽ 3, അപ്പോൾ 3 ആഴ്ചകളിൽ, സേ ബി അധിക് എന്ന് വെച്ചാൽ 3 ആഴ്ചയെക്കാട്ടിലും കൂടുതൽ ദിവസം എന്താണ് പൈദൽ ചലത്തെ രഹെ, അങ്ങനെ കാൽനടയായിട്ട് തന്നെ പോയി, വേറെ വാഹനത്തിലൊന്നുമല്ല, കാൽനടയായിട്ട്, അതായത് നടന്ന് തന്നെയാണ് 3 ആഴ്ചയിൽ കൂടുതലായിട്ട് അദ്ദേഹം ഇങ്ങനെ യാത്ര തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ നിറയെ ആൾക്കാരുണ്ട്. ഉൻകെ സാത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ദേശ് ഭർ സെ നമ്മുടെ രാജ്യത്തിൽ നിന്നും, ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും, ലോക ആക്ക് ജുടുത്തെ ഗയെ ആൾക്കാർ വന്നു ചേർന്നുകൊണ്ടേയിരുന്നു. ഇസ് തരഹ് ജബ് വേ ദണ്ഡി പോയിഞ്ചെ ഇങ്ങനെ അദ്ദേഹം എപ്പോഴും ദണ്ഡിയിലെത്തിയപ്പോഴേക്കും, ഉൻകെ സാത്ത് ഹസാരോ ലോക് ദേ അങ്ങനെ ആൾക്കാർ കൂടി ആയിരക്കണക്കിന് ആൾക്കാരായി. जो समुद्र के पानी में गुले नमक को बाहर लाकर अंग्रेज़ों का कानून तोड़ना चाहते थे. അപ്പോൾ ഇവരെല്ലാം എന്തിനാണ് ഈ ആയിരക്കണക്കിന് ആൾക്കാർ വന്നത്? കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ കരി നിയമത്തെ ലംഘിക്കാനാണ് ഈ ആയിരക്കണക്കിന് ആൾക്കാർ ഗാന്ധിജിയോടുകൂടി വന്നു ചേർന്നത്. इससे भारत पर अंग्रेज़ों की पकड़ ढीली पड़ती. ഇതിൽ നിന്നും ഇസ്സെ ഇങ്ങനെ ചെയ്താൽ ഭാരത് പർ നമ്മുടെ ഇന്ത്യയുടെ മേലുള്ള ബ്രിട്ടീഷുകാരുടെ, അംഗ്രേസോം കി ബ്രിട്ടീഷുകാരുടെ പക്കഡ് ആ മുറുകിപ്പിടുത്തം, ഡീലി പടുത്തി ഒന്ന് അയവ് വരുമായിരുന്നു. രാസ്തേമേ കൈ ഗാവ് പടേ വഴിയിൽ, രാസ്ത മീൻസ് വഴി, വഴിയിൽ കൈ ഗാവ് ഇതുപോലെ പല ഗാവ് ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഗാന്ധിജി ഔർ ഉൻകെ സാത്തി ജഹാം ബി രുക്തെ, ഗാന്ധിജിയും ഔർ ഉൻകെ സാത്തി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും, ജഹാം ബി രുക്തെ എവിടെയെല്ലാം താമസിക്കുമായിരുന്നു അല്ലെങ്കിൽ എവിടെയെല്ലാം തങ്ങുമായിരുന്നു, ഗാവ് വാലെ ആ ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാം, ഉനെ അവർക്ക്, പൂരെ മനസ്സെ പൂർണ്ണ മനസ്സോടുകൂടി, ഗാന ഗിലാന മീൻസ് ഭക്ഷണം കൊടുക്കുമായിരുന്നു. वे सभी लोग रात किसी गांव में काटते और सुबह फिर चल पड़ते थे. വേ സബി ലോഗ് ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികളുമെല്ലാം രാത്രിയിൽ കിസി ഗാവ്മേം കാട്ടെ, കാട്ന മീൻസ് ചിലവഴിക്കുക, രാത്രി ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ തങ്ങി അവിടെ ചിലവഴിക്കും. ഔർ സുബഹ് രാവിലെയാകുമ്പോൾ, സുബഹ് മീൻസ് മോർണിംഗ്, രാവിലെയാകുമ്പോൾ ഫിർ ചൽ പടുത്തേത് വീണ്ടും, ഫിർ മീൻസ് വീണ്ടും, ചൽ പടുത്തേത് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു.
डंडी पहुँचते ही सभी को समुद्र का आसमान तक फैला विस्तार दिखा. ദണ്ഡി പൗഷ്തേ ഹി ദണ്ഡിയിൽ എത്തിയപ്പോൾ സബിക്കോ എല്ലാവരും സമുദ്രക സമുദ്രം ആസ്മാൻ ആസ്മാൻ എന്ന് വെച്ചാൽ ആകാശം ആസ്മാൻ തക്ക് ഫൈല വിസ്താർദിക അങ്ങനെ സമുദ്രം ആകാശത്തോളം സമുദ്രം പരന്ന് കിടക്കുന്ന ആ വിസ്തൃതി അതായത് സമുദ്രത്തിൻ്റെ ആ വിസ്തൃതി കണ്ടു അത്രയ്ക്ക് വിസ്താരമായിട്ട് കിടക്കുകയാണ് അല്ലേ. നമുക്ക് കാണാം ആകാശവും സമുദ്രവുമായിട്ട് തട്ടുന്നത് പോലെ നമുക്ക് കടൽ തീരത്ത് നിന്നാൽ കാണാൻ കഴിയും. അതാണ് പറയുന്നത് സമുദ്രം ആകാശത്തോളം പരന്ന് കിടക്കുന്നതായിട്ട് എല്ലാവരും കണ്ടു. ലഹരേൻ ദിഖി ലഹരേൻ എന്താണ് തിരമാലകൾ കണ്ടു. ലഹരോമേൻ ചമക്ത സൂരജ് ദിഖ തിരമാലകളിൽ ലഹരോ മീൻസ് തിരമാലകളിൽ ചമക്ത തിളങ്ങുന്ന സൂരജ് ദിഖ സൂര്യനെ കണ്ടു. അതായത് സൂര്യപ്രകാശം തിരമാലകളിൽ ഇങ്ങനെ തിളങ്ങുന്നത് കണ്ടു. കിനാരേക്കെ ഗഡ്ഢോമേം നമക് സെ ഗാഡാ ഹുവ പാനി और अपने आप बना नमक दिखा. കിനാരേക്കെ ഗഡ്ഢോമേം തീരത്ത് കടൽ തീരത്ത് ഗഡ്ഢോം എന്ന് വെച്ചാൽ കുഴികളിൽ നമക് സേ ഗാഡ ഉപ്പിൽ കലർന്ന ഗാഡ എന്ന് വെച്ചാൽ കലർന്ന ഗാഡ ഹുവ പാനി ഉപ്പ് കലർന്ന വെള്ളം കണ്ടു. അതായത് കടൽ തീരത്തെ ഗഡ്ഢം എന്ന് വെച്ചാൽ കുഴികളിൽ ഉപ്പ് കലർന്ന വെള്ളം കണ്ടു. ഔർ അപ്നെ ആപ് ബന നമക് ദിഖ സ്വയം രൂപപ്പെട്ട ഉപ്പ് കണ്ടു. उन सभी को गांधी जी ने यहाँ लाकर पूरे देश को अंग्रेज़ों से मुक्त होने का रास्ता दिखा दिया. ഉൻ സബിക്കോ ഈ ജനങ്ങളെയെല്ലാം ഗാന്ധിജീനെ യഹാ ലാക്കർ ഇവിടെ ഗാന്ധിജി ഇവിടെ കൊണ്ടുവന്ന് പൂരേ ദേശ് കോ നമ്മുടെ രാജ്യത്തെ അംഗ്രേസോം സേ മുക്ത് ഹോനേക്ക ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും വിടുവിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കാനുള്ള രാസ്ത ദിഖായ രാസ്ത വഴി എല്ലാവർക്കും കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കാനുള്ള വഴി എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഹമാരെ ദോസ്ത് നമ്മുടെ സുഹൃത്തും ഔർ കഹാനികർ കഥാകൃത്തുമായ അനന്തമൂർത്തി കഹത്തെ ദേക്കി അനന്തമൂർത്തി പറയുന്നത് ജബ് ഗാന്ധിജീനെ സമുദ്ര കിനാരെ എപ്പോഴാണോ ഗാന്ധിജി കടൽ തീരത്ത് അതായത് സമുദ്ര കിനാരെ എന്ന് വെച്ചാൽ കടൽ തീരത്ത് നിന്നും ഹാത്മീം തൻ്റെ കൈകളിൽ മുട്ടിബർ നമക്കുടായ ഒരു മുട്ടി എന്ന് വെച്ചാൽ പിടി ഒരു പിടി ഉപ്പ് എടുത്തപ്പോൾ ഉന്നോനെ അദ്ദേഹം ദേശ് കി ആസാദ് ഹോനെ കാ രാസ്ത ഗോൽ ദിയ രാജ്യത്തിൻ്റെ ആസാദ് മീൻസ് ഫ്രീഡം സ്വാതന്ത്ര്യം കിട്ടാനുള്ള രാസ്ത ഗോൽ ദിയ വഴി തുറന്നു കൊടുക്കുകയായിരുന്നു. എല്ലാവർക്കും നമ്മുടെ രാജ്യത്തിന് ഫ്രീഡം കിട്ടാനുള്ള വഴി തുറന്നു കൊടുക്കുകയായിരുന്നു. 17 വർഷ ബാദ് 17 വർഷത്തിന് ശേഷം സച്ച്മുച്ച് ഉസ് രാസ്തേ പർ ചൽത്താ ഹുവ സത്യത്തിൽ സച്ച്മുച്ച് മീൻസ് വാസ്തവത്തിൽ സത്യത്തിൽ ഉസ് രാസ്തേ പർ ചൽത്താ ഹുവ ആ പാത പിന്തുടർന്ന് രാസ്ത മീൻസ് വഴി പാത എന്നൊക്കെയാണ് അർത്ഥം. ആ പാത പിന്തുടർന്ന് നമുക്ക് എന്ത് കിട്ടി? ആസാദ് ഹോഗിയ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഫ്രീഡം കിട്ടി. ആസാദ് മീൻസ് ഫ്രീഡം. ഇസ് കഹാനിമേം ഈ കഥയിൽ ഔർ ബി കൈ ഇനിയും കുറേ ഭീത്തരി മീൻസ് ഇൻറ്റേർണൽ ആന്തരികമായ ഘുമാവ് ഹെ തിരിവുകളുണ്ട് അതായത് ട്വിസ്റ്റുകളുണ്ട്. തും വഹ് സബ് നിങ്ങൾ അതെല്ലാം ഖുദ് ഖോജോ ഖുദ് മീൻസ് സ്വയം ഖോജോ കണ്ടുപിടിക്കൂ. ഖുദ് യഹ് ഖോജോ കി സ്വയം ഇത് കണ്ടുപിടിക്കൂ. ഏതാണ്? ഹം കിൻ കിൻ രാസ്തോം സേ നമ്മൾ ഏതെല്ലാം വഴികളിൽ കൂടിയാണ് ഏതെല്ലാം പാതകളിൽ കൂടിയാണ് അംഗ്രേസോം കെ ചങ്കുൽ സേ ബ്രിട്ടീഷുകാരുടെ ചങ്കുൽ പിടിയിൽ നിന്നും ചുഡ്ഡെ മുക്തരായത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് അതിനേതെല്ലാം വഴികളിൽ സ്വീകരിച്ചു അതെല്ലാം നിങ്ങൾ സ്വയം കണ്ടെത്തൂ എന്നാണ് നമ്മോട് കഥാകാരൻ പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്